ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് വീണ്ടും നിപ സ്ഥിരീകരിച്ചു. മലപ്പുറത്ത് മരിച്ച യുവാവിന് നിപ ബാധയുണ്ടായിരുന്നതായും പ്രതിരോധ നടപടികൾ ആരംഭിച്ചതായും ആരോഗ്യമന്ത്രി. ഗൃഹാതുര സ്മരണകളുമായി തിരുവോണം ആഘോഷിച്ച് മലയാളികൾ. രാജ്യത്തെ 6 വന്ദേ ഭാരത് ട്രെയിനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. കേരള ക്രിക്കറ്റ് ലീഗിൽ ട്രിവാൻഡ്രം റോയൽസിനെതിരെ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിന് 4 വിക്കറ്റ് ജയം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് FC പോരാട്ടം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് വീണ്ടും നിപ സ്ഥിരീകരിച്ചു. മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ ദിവസം മരിച്ച 24 വയസ്സുകാരന് നിപ വൈറസ് ബാധയുണ്ടായിരുന്നതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. പൂനെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അയച്ച സാമ്പിൾ പോസിറ്റീവായതിനെ തുടർന്നാണ് സ്ഥിരീകരണം. ബംഗളൂരുവിൽ വിദ്യാർത്ഥിയായിരുന്നു മരണമടഞ്ഞ യുവാവ്. പ്രോട്ടോകോൾ പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി. സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ, അതോടൊപ്പം തന്നെ പോയിട്ടുള്ള ഇടങ്ങൾ എല്ലാം തന്നെ ട്രേസ് ചെയ്തുകൊണ്ട് അവിടെയുള്ള ആളുകളെ, ഏറ്റവും അടുത്ത സമ്പർക്കത്തിൽപ്പെട്ടവരെയും സെക്കൻഡറി കോൺടാക്ട്സിനെയും ഒക്കെ തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതുവരെ 151 പേരാണ് പ്രൈമറി കോൺടാക്ട്സിലുള്ളത്. അതിൽ 5 പേർക്ക് ചെറിയ പനി ലക്ഷണങ്ങളും ഉണ്ട്. ഇത് സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കാരണം രോഗവ്യാപനമില്ല എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൂക്ഷ്മതലമായിട്ടുള്ള ഇടപെടലാണ് നടത്തുന്നത്. മലപ്പുറം നടുവം സ്വദേശിയാണ് നിപ ബാധിച്ച് മരിച്ച യുവാവ്. ഇയാളുമായി സമ്പർക്കം ഉണ്ടായിരുന്നവരിൽ ഐസൊലേഷനിലുള്ള 5 പേർക്ക് നേരിയ രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. തിരുവാലി പഞ്ചായത്തിൽ മാസ്ക് നിർബന്ധമാക്കി. അണുബാധയുണ്ടെങ്കിൽ കണ്ടെത്തി എത്രയും വേഗം ചികിത്സ ലഭ്യമാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഗൃഹാതുര സ്മരണകളുമായി തിരുവോണം ആഘോഷിച്ച് മലയാളികൾ. വിശ്വമാനവികതയുടെയും ചേർത്തുപിടിക്കലിന്റെയും സന്ദേശം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഓരോ ഓണവും കടന്നുപോകുന്നത്. വയനാട് ദുരന്ത ബാധിതർക്കൊപ്പം നിന്നാണ് ഇത്തവണത്തെ ഓണാഘോഷം. പൊലിമ ഒട്ടും നഷ്ടപ്പെടാതെ പൂക്കളവും സദ്യയും പുത്തനുടുപ്പുകളും എല്ലാം മലയാളികളുടെ ആഘോഷങ്ങളിൽ നിറഞ്ഞു നിന്നു. വയനാട് ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ അതിജീവിച്ചവർ തിരുവോണനാളിൽ വീണ്ടും ഒത്തുചേർന്നു. ദുരന്ത ബാധിതർക്കായി സമൂഹ ഓണസദ്യയും ഒരുക്കിയിരുന്നു. ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റിന്റെ റിപ്പോർട്ട്. എന്നും ഓണാഘോഷത്തിന് നേതൃത്വം നൽകിയ ചൂരൽമലയിലെ സാംസ്കാരിക കേന്ദ്രമായ നവോദയ ക്ലബ് ഈ ദുരന്തത്തിൽ മരിച്ചവർക്കായുള്ള അനുശോചനമാണ് ക്ലബ്ബിൽ സംഘടിപ്പിച്ചത്. കഴിഞ്ഞ 15 വർഷമായി ഈ ക്ലബിന്റെ നേതൃത്വത്തിൽ നാടിന്റെ വലിയ ഉത്സവമായാണ് ഇവർ ഓണം ആഘോഷിച്ചത്. ഉറ്റവരും കൂടപ്പുറപ്പുകളും സഹപ്രവർത്തകരും അയൽവാസികളും വിട്ടുപിരിഞ്ഞതിന്റെ വേദന ചൂരൽമലയിലെ ആളുകളുടെ മുഖത്ത് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ദുരിതത്തിൽ അതിജീവിച്ചവർക്കായി ചൂരൽമലയിലെ സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയ ഓഡിറ്റോറിയത്തിൽ വിപുലമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു. ദുരിതത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിലെ ഓണാഘോഷവും നിറം മങ്ങിയിരുന്നു. ഓണക്കാലത്ത് പാൽ, തൈര്, മറ്റ് പാലുൽപ്പന്നങ്ങൾ എന്നിവയുടെ വിൽപ്പനയിൽ സർവകാല റെക്കോർഡുമായി മിൽമ. ഉത്രാടം ദിനത്തിൽ മാത്രം 37 ലക്ഷത്തിലധികം ലിറ്റർ പാലും 3 ലക്ഷത്തിലേറെ കിലോ തൈരുമാണ് വിറ്റഴിച്ചത്. സെപ്റ്റംബർ 12 കണക്ക് പ്രകാരം നെയ്യുടെ വിൽപ്പന 814 മെട്രിക് ടൺ രേഖപ്പെടുത്തി. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തിരുവോണ ദിവസം വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇന്ന് പത്മനാഭസ്വാമിയുടെ ജന്മനക്ഷത്രം കൂടിയാണ്. രാവിലെ ഓണവില്ല് സമർപ്പണം നടന്നു. കിഴക്കേ നടയിൽ പത്മനാഭസ്വാമിയുടെ അനന്തശയനം അത്തപ്പൂക്കളമായി ഒരുക്കിയിരുന്നു. മധ്യ തിരുവിതാംകൂറിലെ പ്രധാന പടയണിയായ നീലംപേരൂർ പടയണിക്ക് നാളെ തുടക്കമാകും. നീലംപേരൂർ പള്ളി ഭഗവതി ക്ഷേത്രത്തിൽ നാളെ രാത്രി 10-ന് പടയണിക്ക് ചൂട്ടുവയ്ക്കും. അടുത്ത മാസം 1 വരെയാണ് പടയണി. ശബരിമല സന്നിധാനത്ത് തിരുവോണ ദിവസമായ ഇന്ന് ദേവസ്വം ജീവനക്കാരുടെ വകയായിരുന്നു ഓണസദ്യ. നാളെ അവിട്ടം നാളിൽ പോലീസാണ് ഓണസദ്യ ഒരുക്കുന്നത്. 21 വരെ എല്ലാ ദിവസവും വിശേഷാൽ പൂജകൾ നടക്കും. ഓണം, കന്നിമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 21-ന് രാത്രി 10-ന് നടയടയ്ക്കും. ഇടുക്കിയിലെ ഗോത്ര സമൂഹവും ഓണാഘോഷത്തിന്റെ ലഹരിയിലാണ്. പരമ്പരാഗത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആചരിച്ച് മിക്ക ആദിവാസി ഊരുകളിലും ആഹ്ലാദത്തോടെയാണ് ഓണം ആഘോഷിച്ചത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. കൂത്തുപാട്ടുകളും കുമ്മിയടിപ്പാട്ടുകളും പൊങ്കലാഘോഷങ്ങളും മാത്രമല്ല, ഇടുക്കിയിലെ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ഓണവും ആഹ്ലാദഭരിതമാണ്. ആദിവാസി കുടികളിൽ ഓണക്കാലം എന്നത് വിവിധ കളികളുടെ അരങ്ങുണർത്തൽ കൂടിയായി മാറുന്നതാണ് പതിവ്. ഊരുകളിലെ കുട്ടികളും മുതിർന്നവരും പ്രദേശത്തെ പൊതുസ്ഥലങ്ങളിൽ ഒത്തുചേർന്നാണ് ഓണം ആഘോഷിച്ചത്. ഇവിടെ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ പരമ്പരാഗത കലാരൂപങ്ങളും പാട്ടുകളും അവതരിപ്പിച്ചു. പ്രായമായവർ പോലും പാട്ടും ആട്ടവുമായി അരങ്ങ് നിറഞ്ഞത് പുതിയ തലമുറയ്ക്ക് ആവേശമായി. കുട്ടികൾ പൂക്കളമിട്ടും വിവിധ കളികളിലേർപ്പെട്ടും പങ്കാളികളായതോടെ ഓണാഘോഷം
വർണ്ണാഭമായി. ആഘോഷത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ വിഭവസമൃദ്ധമായ സദ്യയും കഴിച്ചാണ് എല്ലാവരും മടങ്ങിയത്. പല ആദിവാസി ഊരുകളിലും ഓണക്കാലത്ത് ഒരാഴ്ച നീളുന്ന ആഘോഷങ്ങളാണ് നടക്കാറുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ അമ്മത്തൊട്ടിലിൽ തിരുവോണപ്പുലരിയിൽ കുരുന്നെത്തി. 10 ദിവസം മാത്രം പ്രായം തോന്നിക്കുന്ന ആൺകുഞ്ഞാണ് അതിഥിയായി എത്തിയത്. തിരുവോണനാളിൽ എത്തിയ കുട്ടിക്ക് സിതാർ എന്ന പേര് നൽകിയതായി സംസ്ഥാന ശിശുക്ഷേമ സമിതി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ജാർഖണ്ഡിൽ നടപ്പാക്കുന്ന വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. എല്ലാവരുടെയും ഒപ്പം എല്ലാവരുടെയും വികസനം എന്ന ദർശനം രാജ്യത്തിന്റെ ചിന്തകൾക്കും മുൻഗണനകൾക്കും മാറ്റം വരുത്തിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ പ്രധാൻമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതി ഗുണഭോക്താക്കൾക്കുള്ള ആദ്യ ഗഡു അദ്ദേഹം വിതരണം ചെയ്തു. രാജ്യത്തെ 6 വന്ദേഭാരത് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫും റാഞ്ചിയിൽ ശ്രീ നരേന്ദ്രമോദി നിർവഹിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് 2 ദിവസത്തിനകം രാജിവെക്കുമെന്ന് പ്രഖ്യാപിച്ച് ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നവംബറിൽ നടത്തണമെന്നും കെജ്രിവാൾ ആവശ്യപ്പെട്ടു. പ്രതിച്ഛായ സംരക്ഷിക്കാനുള്ള തന്ത്രം മാത്രമാണ് കെജ്രിവാളിന്റെ രാജിയെന്ന് ബിജെപി വക്താവ് പ്രദീപ് ഭണ്ഡാരി ആരോപിച്ചു. രാജി സമർപ്പിക്കുന്നത് 2 ദിവസം നീട്ടിവെക്കുന്നത് മനസ്സിലാകുന്നില്ലെന്ന് കോൺഗ്രസ് ഡൽഹി അധ്യക്ഷൻ ദേവേന്ദർ യാദവ് പ്രതികരിച്ചു. കേരള ക്രിക്കറ്റ് ലീഗിൽ ട്രിവാൻഡ്രം റോയൽസിനെതിരെ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിന് 4 വിക്കറ്റ് ജയം. ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ട്രിവാൻഡ്രം നിശ്ചിത 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 170 റൺസ് നേടി. മറുപടി ബാറ്റിംഗിൽ 19.4 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ കാലിക്കറ്റ് വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു. കാലിക്കറ്റിന് വേണ്ടി റോഹൻ കുന്നുമൽ സെഞ്ചുറി നേടി. ആലപ്പി റിപ്പിൾസും കൊച്ചി ബ്ലൂ ടൈഗേഴ്സും തമ്മിലുള്ള മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. ISL ഫുട്ബോൾ 11ാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം ഇന്ന്. പഞ്ചാബ് FCയാണ് എതിരാളികൾ. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. ഏഷ്യൻ ചാമ്പ്യൻസ് ഹോക്കി സെമി ഫൈനലിൽ ഇന്ത്യ നാളെ ദക്ഷിണ കൊറിയയെ നേരിടും. ഗ്രൂപ്പ് ഘട്ടത്തിൽ എല്ലാ കളിയും ജയിച്ചാണ് ഇന്ത്യ സെമിയിലെത്തിയത്. ഇന്നലെ നടന്ന അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്ക് ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി. സ്നേഹത്തിന്റെയും നന്മയുടെയും സന്ദേശവുമായി വിശ്വാസികൾ നാളെ നബിദിനം ആഘോഷിക്കും. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തിന്റെ സ്മരണയിലാണ് ആഘോഷം. പള്ളികളും മദ്രസകളും കേന്ദ്രീകരിച്ച് നബിദിന റാലികൾ നടക്കും. മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്ത് പുതിയ ഡാം നിർമ്മിക്കുക എന്ന ആവശ്യമുയർത്തി ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു. ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് പേരാമ്പ്രയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന തിരികെ കാട്ടിലേക്ക് കയറി. ഇന്ന് പുലർച്ചെയാണ് പേരാമ്പ്ര പൈതോത്ത് കാട്ടാനയെ കണ്ടെത്തിയത്. കോഴിക്കോട് ജില്ലയിലെ വിവിധ RRT യൂണിറ്റുകളുടെ ശ്രമഫലമായാണ് ആനയെ മടക്കി അയച്ചത്. ആലുവയിൽ കുടുംബത്തോടും സഹപ്രവർത്തകരോടും ഒപ്പമായിരുന്നു ബംഗാൾ ഗവർണർ CV ആനന്ദബോസിന്റെ ഓണാഘോഷം. ഓണപ്പാട്ടും ഓട്ടൻതുള്ളലും ആഘോഷത്തിന്റെ മാറ്റുകൂട്ടി. ഓണാഘോഷങ്ങൾക്ക് ശേഷം അദ്ദേഹം നാളെ കേരളത്തിൽ നിന്ന് മടങ്ങും. തിരുവോണം കെങ്കേമമായി ആഘോഷിച്ച് ശ്രീലങ്കയിലെ മലയാളി സമൂഹവും. തനത് രീതിയിൽ പൂക്കളവും സദ്യവട്ടവും ഒരുക്കിയാണ് ഇവർ പൊന്നോണത്തെ വരവേറ്റത്. കേരളീയ വസ്ത്രങ്ങൾ അണിഞ്ഞാണ് ശ്രീലങ്കൻ മലയാളി സമൂഹം ഓണാഘോഷങ്ങളിൽ സജീവമായി പങ്കെടുത്തത്. പ്രതികൂല കാലാവസ്ഥയിലും നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ കൽക്കരി ഉൽപാദന രംഗം 5.85% വളർച്ച കൈവരിച്ചു. സെപ്റ്റംബർ 12 വരെയുള്ള കണക്കനുസരിച്ച് 411.62 ദശലക്ഷം ടൺ കൽക്കരി രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ചു. 388.86 ദശലക്ഷം ടണ്ണായിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേ കാലയളവിലെ ഉൽപ്പാദനം. ഖനന മേഖലകളിൽ കനത്ത മഴയുൾപ്പെടെ തടസ്സങ്ങൾ നേരിട്ട പശ്ചാത്തലത്തിലും വളർച്ച കൈവരിക്കാനായത് ശ്രദ്ധേയമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് വീണ്ടും നിപ സ്ഥിരീകരിച്ചു. മലപ്പുറത്ത് മരിച്ച യുവാവിന് നിപ ബാധയുണ്ടായിരുന്നതായും പ്രതിരോധ നടപടികൾ ആരംഭിച്ചതായും ആരോഗ്യമന്ത്രി. ഗൃഹാതുര സ്മരണകളുമായി തിരുവോണം ആഘോഷിച്ച് മലയാളികൾ. രാജ്യത്തെ 6 വന്ദേഭാരത് ട്രെയിനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. കേരള ക്രിക്കറ്റ് ലീഗിൽ ട്രിവാൻഡ്രം റോയൽസിനെതിരെ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിന് 4 വിക്കറ്റ് ജയം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് FC പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.